അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും അപ്പുറം നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ട പല കാലഘട്ടവും പല സമയങ്ങളും നമ്മുടെ മുന്നിലൂടെ കടന്നു പോവാറുണ്ട്. ഈ ഓരോ സമയവും മുന്നോട്ടേക്ക് പോകുന്തോറും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ അധികരിക്കാം. ഇങ്ങനെ പല പ്രയാസങ്ങളിലും പെട്ട് ജീവിതം തോറ്റുപോയി എന്ന് തോന്നുന്ന അവസ്ഥയിലും നാം പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തരണേ റബ്ബേ എന്ന് നാം റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, സാമ്പത്തികപരമായിട്ടുള്ളതോ, ജീവിതത്തിലെ പരാജയം, കുടുംബജീവിതത്തിലെ പരാജയങ്ങൾ, ജോലിയില്ലാതെ വിഷമിക്കുന്നത്, കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ അകൽച്ച, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കം, മക്കളുടെ ചീത്ത കൂട്ടുകെട്ടുകൾ കൊണ്ടൊക്കെ വിഷമിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നമ്മുടെ ഈ എന്തൊരു പ്രയാസമായിക്കോട്ടെ, എന്തൊരു ബുദ്ധിമുട്ടായിക്കോട്ടെ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫതഹ്. സൂറത്തുൽ ഫതഹിൻ്റെ മഹത്വങ്ങൾ ഏറെയാണ്. മഹത്വങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നില്ല. അതിനെക്കുറിച്ചൊരു വീഡിയോയുമായിട്ട് പിന്നീടൊരു ദിവസം വരാം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് സൂറത്തുൽ ഫതഹ് ഓതേണ്ടത് എങ്ങനെയാണെന്നും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നമുക്ക് എങ്ങനെ മുന്നേറി വരാം എന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ്. നമ്മളിപ്പോൾ കടന്നു പോകുന്നത് പുണ്യമാക്കപ്പെട്ട മാസത്തിലൂടെയാണല്ലോ. ഈ പുണ്യമേറിയ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ആമീൻ. ആദ്യമായിട്ട് നമ്മൾ ഈ സൂറത്ത് ഓതാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിയ്യത്ത് വെക്കുക. 3 ദിവസം കൊണ്ട് സൂറത്തുൽ ഫതഹ് 41 തവണ ഞാൻ ഓതി തീർക്കാം എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് വേണം ഈ സൂറത്ത് നാം ഓതേണ്ടത്. ആദ്യത്തെ ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തൗജീദ് നിസ്കാരത്തിന് ശേഷമോ ഇരുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് 3 തവണ സൂറത്തുൽ ഫതഹ് ഓതുക. അതിനുശേഷം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് സമയത്തും നമുക്ക് ഈ 3 ദിവസം കൊണ്ട് 41 തവണ സൂറത്തുൽ ഫതഹ് ഓതി തീർക്കാം. സൂറത്തുൽ ഫതഹ് മാത്രം ഓതിയാൽ പോരാ, അതിൻ്റെ കൂടെ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന ഈ ഇസ്മു കൂടി നാം അധികരിപ്പിക്കുക. എത്ര എണ്ണം നമുക്ക് ചൊല്ലാൻ കഴിയുന്നോ അത്രയും നമുക്ക് എണ്ണം ചൊല്ലി തീർക്കാം. ഈ സൂറത്തിൻ്റെ മഹത്വം കൊണ്ടും ഈ ഇസ്മിൻ്റെ മഹത്വം കൊണ്ടും നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ എന്തൊരു ബുദ്ധിമുട്ടും എന്തൊരു പ്രയാസവുമായിക്കൊള്ളട്ടെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റിയെടുക്കാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസത്തിൻ്റെ മഹത്വം എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ സൂറത്തിനെ നാം ഓതി തീർക്കുക. ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. എന്നാലും കുറച്ചും കൂടി നല്ലത് വെള്ളിയാഴ്ച തന്നെ നമ്മൾ ഈ ഒരു സൂറത്തിനെ 3 ദിവസമാക്കിക്കൊണ്ട് ഓതാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതായിരിക്കും. വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു സൂറത്തിനെ ഈ ഒരു കാര്യം നമ്മുടെ ഏതൊരു കാര്യത്തെയും നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹു നമുക്കതിനോട് ആ പ്രയാസത്തെ മാറ്റി നമ്മുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും. ഇൻഷാ അല്ലാഹ് എന്തൊരു പ്രയാസമായിക്കൊള്ളട്ടെ, എല്ലാവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.